ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനും പാത്തൂസും കൂടെ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്നല്ലേ, മോൾക്ക് സ്കൂൾ തുറക്കാനുള്ള ടൈമായി വരെയാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിനായിട്ട് പോവുകയാണ്. അവൾക്ക് സ്കൂളിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം, സ്കൂളിൽ പോകാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ പോവുകയാണ്. ഞാൻ വന്നത് നെസ്റ്റോയിലാണ്. നെസ്റ്റോയിൽ വന്നപ്പോഴാണ് അറിയുന്നത് ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് മോൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി അവൾ വരുള്ളൂ. മോളെ ക്ലാസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം രണ്ടാമത് മിക്കവാറും മോൾ വന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഈ സെക്ഷനിലോട്ട് തന്നെ വരേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന സാധനങ്ങളൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാതെ അവൾ വീണ്ടും തിരിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് ബാഗായിരുന്നു. ബാഗ് കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം അതിനകത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗ് തന്നെയാണ് ഇപ്രാവശ്യം എടുത്തത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള ബാഗും കാര്യങ്ങളും വേണം. ഒരുപാട് ബുക്സൊക്കെ ഉള്ളതല്ലേ. പിന്നെ ടിഫിൻ ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എടുത്ത ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അതത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് സ്നാക്സ് മാത്രം കൊണ്ടുപോകാനേ അത് കൊള്ളാവും. അതുമല്ല, അത് അത്യാവശ്യം വലുതായിട്ട് എനിക്ക് തോന്നി. കാരണം ബാഗിൽ വെക്കുമ്പോൾ തന്നെ ബാഗ് ഇച്ചിരി വീർത്ത് കണക്കിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് വെച്ചിട്ട് ഞാൻ ഒതുങ്ങിയ ഒരു ടൈപ്പ് സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബോക്സുകളിൽ അകത്ത് സ്പേസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വേസ്റ്റ് കയറാൻ സാധ്യതയുണ്ടെന്ന് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെതാണ് ഇപ്പം എടുത്തത്. കഴിഞ്ഞതിന് വരെ എനിക്കറിയാതെ ഞാൻ മറ്റേ പ്ലാസ്റ്റിക്കും സ്റ്റീലും കൂടെ വരുന്ന ടൈപ്പാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊക്കെ നല്ല ഓഫറുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. മോൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഇത് വേണ്ട, പൗച്ച് മതിയെന്ന് പറഞ്ഞായിരുന്നു. ഈ ബോക്സ് വേണ്ട, ബോക്സ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോള് വന്നായിരുന്നു. പിന്നെ അടുത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഷൂവിൻ്റെ അളവ് നോക്കലാണ്. സ്കൂൾ ഷൂ സ്കൂളിൽ നിന്ന് കിട്ടത്തില്ല, പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം. അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതും ഇവിടെ നിന്ന് തന്നെ മേടിച്ച്. എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആളിന് എങ്ങനെയൊക്കെ ആയാലും നമ്മൾ എത്ര ഷൂ ഇത് വാങ്ങിച്ചു കൊടുത്തിരുന്നാലും പുറത്ത് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആളിന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് കംഫർട്ട് ഈ സ്കൂൾ ഷൂ അതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇട്ടുകൊണ്ട് പോകുന്നതും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മോളളവും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി കറക്റ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇരുന്ന് പിടിച്ചൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അതെല്ലാം അവൾ തന്നെ ചെയ്തായിരുന്നു. ഇട്ടൊക്കെ നോക്കി കറക്റ്റാണെന്ന് പറഞ്ഞ്. മറ്റേത് ഇങ്ങനെയൊന്നും ഇല്ല, ഇനി കാലെടുത്ത് വെച്ച് തരും, ഇട്ട് തരാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ആൾ സ്വന്തമായിട്ടൊക്കെ ഇട്ടൊക്കെ നോക്കും. കുറച്ചും കൂടെ വലുതായില്ലേ, അതുകൊണ്ടായിരിക്കും ഇട്ട് ഓടിയൊക്കെ നോക്കിയാണ് കംഫർട്ടാണോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് ബില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ടൈമിന് തന്നെ എനിക്കും കൂടെ ഒരു ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു. പാത്തൂസ് നേരെ ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നു. പിന്നെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ടാണ് പാത്തൂനെ കിട്ടിയത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ആൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബാഗാണ്. ആളിന് ഇങ്ങനെയുള്ള പഞ്ഞി പോലത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണെന്ന് വെച്ചാൽ അത് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പഞ്ഞി ഇങ്ങനെ നുള്ളി ഇളക്കി കളയാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മേടിച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തതായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗം വേണം, സ്കെയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കുന്നതാണേ. വോയിസ് ഇതാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണം. എന്നിട്ട് ആ ഒരു ഇറേസർ ആ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കളറ് ആളിന് ഇത് മതിയെന്ന് പറഞ്ഞ്. കാരണം ഇത് വെച്ച് വരയ്ക്കാൻ പറ്റുള്ളൂ, മറ്റേത് പടർന്ന് പിടിക്കും, അത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ എടുത്ത് ആളിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ ബേക്കറി ഉണ്ട്, ഞാൻ അവിടെ പോയി ആളിനെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആളതൊക്കെ കഴിച്ചു. എന്നിട്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയേനായിരുന്നു വിശക്കുന്നതെന്ന് പറഞ്ഞ്. കാരണം ഒരു 4:30-5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പോയത് 5:45. എന്നാലും ആളിന് വിശന്ന്. എന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ പോകാനായിട്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ്. ഇനി എപ്പോഴും റോസ് കളറ്, പിങ്ക് കളറൊക്കെയാണ് ബാഗ് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ ആ കളറല്ല എടുത്തേക്കുന്നത്. ഞാൻ ഒന്ന് കളർ മാറ്റി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് 2 ബാഗ് എടുത്തതും പിങ്ക് കളർ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു ബാഗ്. ആൾ പിങ്ക് കളർ തന്നെ മതിയെന്ന് പറഞ്ഞ് നന്നായിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പാത്തൂസ്. പക്ഷേ ഞാൻ പിങ്ക് എടുത്തിട്ടില്ല.
അപ്പം ഇതെല്ലാം കഴിഞ്ഞ് പോവേനെ കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു പിന്നെന്താ, പിന്നെ ഈ ടൈമിന് ഞാൻ റൂമിലത്തേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. എനിക്ക് 1-2 ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു. അതെല്ലാം മേടിച്ച് പാത്തുവിനെ വിളിച്ചപ്പോൾ പാത്തു വീണ്ടും അവിടെ നിന്ന് അതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കിത് വേണ്ട, അത് വേണ്ട, അത് മതി, ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് നോക്കിയാണ് കേട്ടോ. എന്തായാലും വീണ്ടും പോയി കളർ പെൻസിൽ മാറ്റണമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇതാണെന്ന് ഒന്നെടുത്തത് രണ്ടാമത്. അപ്പോൾ അതിനാണ് ഇത്രയും ടൈം അവിടെ നിന്ന് കറങ്ങിയത്. ആ സമയത്ത് ക്യാമറ ഓണായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റായി. ഇനി ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ആൾ വരുന്നില്ല. ആൾ അവിടെ തന്നെ നിന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വീണ്ടും മാറ്റണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കണം. ഞാൻ അങ്ങനെ മുമ്പേ നടന്നങ്ങ് ബില്ലിംഗ് സെക്ഷനിലോട്ടങ്ങ് പോയി. പിന്നെ അവൾ വന്ന് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അറിയാമല്ലോ, ഈ വേൾഡ് പാത്തൂസ് എന്നാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്